നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് നിങ്ങൾ ആരെങ്കിലും നരേന്ദ്രമോദിയുടെ ഫോൺ നമ്പർ ഒന്ന് കൊടുക്കുമോ? മൂപ്പര് പ്രീണിപ്പിക്കുക എന്താ ചെയ്തോട്ടെ. ഇതിപ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. നമ്മൾ നുണ പറയേണ്ടി വരും, ചിലപ്പോൾ ഗത്യന്തരമില്ലാതെ വരും നുണ പറയേണ്ടി വരും. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഒരു യുദ്ധമുണ്ട്, യുദ്ധത്തിലൊരു നീതി നോക്കാനില്ല എന്നാണ്. ആരും കൊല്ല എന്ത് ചതിയാവാന്നാണ്, ഇത് നുണയും പറയാനാണ്. യുദ്ധകാലത്ത് ചെയ്യുന്ന പോലെ തന്നെ ഇലക്ഷൻ ഒരു യുദ്ധമേ ആയതുകൊണ്ട് ഇലക്ഷൻ്റെ കാലത്തും പറയാം. അതായത് പോളിംഗിൻ്റെ അന്ന് തിരുത്താൻ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു സമയത്ത് 4 വോട്ട് LDFന്റെ അങ്ങോട്ട് മാറ്റി കുത്തിക്കോട്ടെ എന്ന് വെച്ചിട്ടൊരു പൊട്ടിക്കൽ. നാദാപുരത്ത് നിസ്കാരപ്പായൽ വെച്ച് മുസ്ലിം സ്ത്രീ അങ്ങനെ ചെയ്തു. ഇതിങ്ങോട്ട് TV കാണുന്നു, ചെയ്യാൻ വിചാരിച്ച വോട്ട് ഇങ്ങോട്ട് മാറ്റി കൊടുത്തു. ഇത് പ്രാദേശിക തലത്തിലടക്കം നടക്കുന്നുണ്ട് കേട്ടോ, സാരില്ല. പിന്നെ ആ പറഞ്ഞ പാർട്ടിക്ക് വാഗ്ദാനം ചെയ്ത പൈസയും കൊടുത്തില്ല, അവരെന്നെ പറഞ്ഞു ഇത് നുണ പറഞ്ഞാന്നൊക്കെ. അപ്പോഴും ഇവിടെ അധികാരം കിട്ടിയില്ലേ, പിന്നെന്താ കിട്ടിയ അധികാരം പിന്നെ അത് ആ വന്ന വഴിയെ മുറയ്ക്കുന്നെന്തോ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ പറയാറുണ്ട്, സത്യം ചെരുപ്പിടുമ്പോഴേക്കും നടക്കാനായിട്ടേ നുണ ഉലകം ചുറ്റും വാലിബനായിട്ട് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ടാവും. ഇതാണ് സ്ഥിതി. പക്ഷെ അത് യുദ്ധകാലത്ത് അല്ലെങ്കിൽ ഇലക്ഷൻ യുദ്ധകാലത്ത് എന്തെങ്കിലും ആവട്ടെ എന്ന് വെക്കാം. പക്ഷെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ദിനചര്യ പോലെ നുണ പറഞ്ഞാലോ? അതാണ് ഇപ്പോൾ പറയാൻ കാരണം. പ്രധാനമന്ത്രിയുടെ ഫോൺ നമ്പർ കിട്ടാനായിട്ടാണോ നമ്മുടെ മുഖ്യമന്ത്രി അപ്പം ആയിട്ട് ജയിച്ചൊരു മേയറുട്ടി VV രാജേഷ് മൂപ്പരെ വിളിക്കുന്നു, അഭിനന്ദിക്കുന്നു. ഈ അഭിനന്ദനൊക്കെ എന്തിനാ? വേറെ കാര്യമുണ്ടേ. എന്താ കാര്യം എന്ന് ചോദിക്കരുത്. കാര്യം എന്താന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഖണ്ഡിച്ച് തോൽപ്പിച്ചു കളയും. മകളുടെ വിഷയമാണോ എന്ന് പറഞ്ഞാൽ അതില്ല. എന്നാൽ മകൻ്റെ ഈയുടെ വിഷയം വന്നു, അതാണോ? അതൊന്നുമില്ല. വിഷയമൊക്കെ ഇവരാ പറഞ്ഞുണ്ടാക്കാൻ കേട്ടോ, അതിന് തെറ്റിദ്ധരിക്കേണ്ടതൊക്കെ ഉള്ളതാണെന്ന്. എന്തോ ആവശ്യമുണ്ട് മകൻ്റെയും മകളുടെ, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ആയിരിക്കും, മകളുടെ ആവാം, എന്തോ ആയിക്കോട്ടെ. ആ ഒരു ആവശ്യത്തിന് വേണ്ടി BJP പ്രീണിപ്പിക്കണം. ഇവിടെ പറഞ്ഞാൽ ഇവ അവിടെ പോയി പറയും നരേന്ദ്രമോദിയടുത്ത്. അങ്ങനെ പിണറായി വിജയന് ശിഷ്ടകാലം സുഖമായി കഴിയാം. ഇതാണ് പത്രത്തിൽ വാർത്ത കണ്ട നമ്മൾ എല്ലാവരും. നമ്മൾ മാത്രമല്ല, ഈ പാർട്ടിയിൽ സജീവമായിട്ടുള്ള ആൾക്കാരടക്കമൊന്നും ഞെട്ടും. ഈ പിണറായിക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് തന്നെ വേറെ കേസുണ്ട്, വണ്ടി കയറ്റി അയാളോട് ചിരിക്കും ചെയ്യാൻ്റെ തലയാട്ടാന്ന് വേറൊരാൾ, നമ്മുടെ CPI ആൾ. പക്ഷെ അത് ഞാൻ ചെയ്യാറില്ല. പക്ഷെ വണ്ടി കയറ്റില്ല ഞാൻ. അങ്ങനെ ഓരോന്ന് ഒപ്പിക്കുകയാണ് ഈ മനുഷ്യൻ എന്നാണ് നമ്മൾ വിചാരിക്കുക. നോക്കുമ്പോൾ ഈ കക്ഷി അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണേ. ആവശ്യമില്ല. CPMൻ്റെ ഒരു മുഖ്യമന്ത്രി വിളിച്ച് ഞാനിവിടെ ഉണ്ടിട്ടോ എന്ന് പറയേണ്ട ആവശ്യം ആൾക്കില്ല. അയാളുടെ സ്വജന മര്യാദ എന്നൊക്കെ പറയില്ലേ, എന്തോ BJPക്കാർ പറയണമെന്നാവില്ല. മൂപ്പരൊന്നും ഡെയിലി ഇത് കിട്ടിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു സഹായി ആണ് ഡെയിലി ഇത് തിരിച്ച് വിളിച്ചതാണ്. എന്തേ വിളിച്ചത് ചോദിച്ചപ്പോൾ പിന്നതാണ് ഞാനിവിടെ കണ്ടിട്ടോ എന്നുള്ള നാട്ടിലൊക്കെ തോക്കി വർത്താനം പറഞ്ഞു. ഒരു ബഹുമാനം അയാൾക്ക് തോന്നിയിട്ടുണ്ടാകും, പ്രായമുള്ള ആളല്ലേ മുഖ്യമന്ത്രി അല്ലേ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. എങ്ങനെ മുഖ്യമന്ത്രി BJP മേയറെ വിളിച്ചു, അത് മറ്റേ ആവശ്യത്തിനാണ്. ഈ MLAയുടെ കാര്യം, മേയറാവാൻ ആഗ്രഹിച്ച് വെറും കൗൺസിലറായി പോയ ഒരാൾ എൻ്റെ അനിയനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞു. അവസാനം ഇറങ്ങിയിട്ടു. വിവാദം ഉണ്ടാക്കേണ്ട വെച്ചിട്ട് ഇറങ്ങിയതാണ്. ജനങ്ങൾക്ക് സൗകര്യം അത്രേ ഉള്ളൂ. ഇത് ഒരു 150 മീറ്ററേ ഉള്ളൂ. അപ്പോഴും വന്ന് വാർത്ത തോറ്റു മുടങ്ങി പ്രശാന്ത്, അതൊക്കെ പോട്ടെ, അങ്ങനെ വരും. MLA പ്രശാന്ത് 872 രൂപ മാത്രമേ വാടക ഇനത്തിൽ കൊടുക്കുന്നുള്ളൂ. മൂപ്പര് കിട്ടുന്നത് 25,000 രൂപ. ഒരു MLAക്ക് 25,000 രൂപ കെട്ടിട വാടക അലവൻസായിട്ട് കിട്ടുക. ബാക്കി വേറെ ഉണ്ട്, ഓരോന്നിനും ഉണ്ട്. ഇതൊക്കെ CPM MLAമാരാച്ചാൽ നമുക്ക് എതിർക്കും. വേറെ MLAമാരുണ്ടല്ലോ, അവരുടെ പാർട്ടിക്ക് കിട്ടണില്ലേ? അതൊന്നും CPM MLAമാർക്ക് മാത്രമേ 25,000, മറ്റുള്ള കോൺഗ്രസിൻ്റെ MLAമാർക്ക് അത് വേണ്ട, ലീഗിൻ്റെ MLAമാർക്ക് വേണ്ട, 2 രൂപ 10 രൂപ അങ്ങനെയൊന്നുമല്ലല്ലോ, എല്ലാവർക്കും കിട്ടില്ലേ? എന്തായാലും ഈ 25,000 കാര്യം ഇല്ല. ആകെ കൊടുക്കുന്ന സംഖ്യ ഉണ്ട്, അതിനെല്ലാം കണക്കുണ്ട്. കേരളത്തിലാണ് MLAമാർക്കുള്ള ആനുകൂല്യം ഏറ്റവും കുറവ് എന്ന് പറയുന്നത്. മാത്രമല്ല അത് 70,000 ആകെ. അത് ഇനം തിരിച്ചിട്ട് ഉള്ള ഓരോന്നുണ്ട്. വാടക ഒഴിച്ച് ബാക്കിയൊക്കെ ഉണ്ട്. ഫോണ് അല്ലെങ്കിൽ യാത്ര ഇതിനൊക്കെ ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, എല്ലാ MLAമാർക്കും ഉണ്ടല്ലോ. ചിലരോട് പറഞ്ഞൊക്കെ MLAക്ക് ചിലവ് ഇത്ര എന്ന് പറഞ്ഞിട്ട് കൊട്ടിക്കോശത്ത് CPMൻ്റെ MLA ആണ്, കാലാകാലം വരാനുള്ള മട്ടാണ്. ഈ MLAക്ക് കിട്ടുന്ന 25,000 എന്നുള്ളത് നുണയാണ്, അതില്ല. അത് കോൺഗ്രസ് MLA ഉണ്ടെങ്കിൽ പറയട്ടെ, അല്ലെ കൊടുക്കട്ടെ. ഇത് കേൾക്കുന്ന കോൺഗ്രസ് MLAമാർക്കും മറ്റു UDFൻ്റെ MLAമാർക്കും BJPക്കാർക്കും ഒക്കെ അറിയാം. ഇതൊക്കെ തെളിവുള്ളതാണല്ലോ, എവിടെയെങ്കിലും രഹസ്യമായിട്ടില്ലല്ലോ. ഇതൊക്കെ എവിടെയും നോക്കിയാൽ ഓൺലൈനിലൊക്കെ ലഭ്യമാവുമല്ലോ. എന്നിട്ട് അങ്ങോട്ട് പൊട്ടിച്ചു. പിന്നെന്നാ ഇല്ല എന്നുള്ള ഈ 872 ഇവിടെ നിന്ന് വന്നു. അപ്പോൾ അതും ആവശ്യമില്ലാത്ത എന്തിനാ ഇതിങ്ങനെ ഒരു നാളെ അല്ലെങ്കിൽ ഇവിടെ മണിക്കൂറുകൾക്കുള്ളിൽ. ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ട്. നിസ്കാരപ്പായുടെ കാലത്ത് പെട്ടെന്ന് കൈതോലപ്പായ ഓർമ്മ വരികയാണ്.
നിസ്കാരപ്പാടെ കാലത്ത് ഇതൊന്നുമില്ല, ടി വി കണ്ടാൽ കണ്ടു, അവിടെ കിടന്നിട്ട് CPM കിടന്ന് തൊള്ളിയിട്ട് കാര്യമില്ല. എങ്ങനെ അറിയിക്കും? ഇലക്ഷൻ്റെ മുമ്പല്ലേ പറയണത്. ഇതല്ല, മണിക്കൂറുകൾ കൊണ്ട് ഓൺലൈനായിട്ട് വരണത് തെറ്റാണ്. എന്നാലും ഒരു എന്തൊരു ദിനചര്യ ഒരു ദിവസം കുപ്പിയും കോഴിക്കാലും എന്നൊക്കെ പറഞ്ഞില്ലേ, അതല്ലെങ്കിൽ മാധ്യമ മുതലാളിയുടെ ഇതിന് വഴങ്ങി നിൽക്കുക. കർണാടകയിലെ CPMകാരുടെ നിന്ന് കേരളത്തിലെ CPMകാർക്ക് പൊതിരെ കിട്ടിയിട്ടുണ്ട്. നല്ല ഡയലോഗാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെന്താ കയ്യിലെത്താമെന്നവരാ അങ്ങനെ എന്താ ചൊല്ലുന്നത്. ഞങ്ങൾ കർണാടകത്തിലൊക്കെ നോക്കാം, ഞങ്ങളില്ല, നിങ്ങൾ CPM എന്തിനും ഇവിടെ വന്ന് കളിക്കുന്നത് എന്നൊരു ചോദ്യം. CPMൻ്റെ കർണാടകയിലെ ഘടകം നമ്മുടെ കേരളത്തിലെ MV ഗോവിന്ദനായിരിക്കും ചിലപ്പോൾ ആ കത്ത് കിട്ടിയിട്ടുണ്ടാവും, അല്ല ഫോൺ കോൾ എന്താ അറിയില്ല. ചമീരുണ്ടാവും. ഇവിടുത്തെ കാര്യം നോക്കണ്ട, അവിടെ എന്തിനാ വന്ന് നോക്കണമെന്നാണ്. വന്നു വാർത്ത വിശ്വസിച്ചു. ഇങ്ങനെ വിശ്വസിക്കാണ്ടിരിക്കണോ? എല്ലായിടത്തിലും വരികയാണ്. അവർ പത്രക്കുറിപ്പ് ഇറക്കി. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ കേരളത്തിലെ CPMനോട് യാതൊരു എതിർപ്പുമില്ല, അവർ ചെയ്ത് നന്നായി എന്നാണ്. അപ്പോൾ ഇങ്ങനെ വാർത്തകൾ ദിനം പ്രതി വരും. ഇനി വലിയ ഇലക്ഷൻ വരാൻ പോകണം, കുട്ടി ഇലക്ഷനേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതങ്ങനെ വരും. അത് അവരുടെ അനുഷ്ഠാനമാണ്. ഇന്ന് സെക്കൻഡുകൾക്കുള്ളിൽ എന്ന് പറയാൻ, മണിക്കൂറുകൾക്കുള്ളിൽ, അത്ര സെക്കൻഡ് പോട്ടെ, മണിക്കൂറുകൾക്കുള്ളിൽ ഇതിൻ്റെ മറുപടി വരികയാണ്. തെളിവ് സഹിതേ. അങ്ങനെ എത്ര 3 ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ഇട്ടോളെ. നമുക്ക് കമൻറ്റ് ആയി നിങ്ങൾക്കൊരു സമാധാനമായി.